വാഗ്ദാന ലംഘനങ്ങളുടെ ഒരു പെരുമഴക്കാലമായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലം. നരേന്ദ്രമോദി മാധ്യമ പ്രവർത്തകരിൽ നിന്ന് ഒളിച്ചോട്ടം നടത്തിയ 5 വർഷമായിരുന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ 2014 തെരഞ്ഞെടുപ്പിൽ ഞങ്ങളാണ് പ്രതികൂട്ടിലെങ്കിൽ ഇപ്പം നരേന്ദ്രമോദിയിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ട് നരേന്ദ്രമോദി വിചാരണ നേടുന്നൊരു വേളയിലാണ് ഈ തെരഞ്ഞെടുപ്പ്. കാസർഗോട്ടെ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരും ഈ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ ധിക്കരിച്ചുകൊണ്ട് UDFന് അനുകൂലമായി രഹസ്യമായി വോട്ട് ചെയ്യും. പരസ്യമായി ചെയ്താൽ ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും ഗതി അവർക്കും വരുമെന്നറിയാം. രണ്ടായിരത്തി 2014 തെരഞ്ഞെടുപ്പിൽ ശ്രീ ടി സിദ്ദിഖ് ഇവിടെ മത്സരിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ അഴിമതിയുടെ പ്രതിക്കൂട്ടിൽ നിർത്തി BJP അടക്കമുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വിചാരണ നടത്തുന്ന ഒരു സമയമായിരുന്നു. അത് നമുക്കറിയാം. 2G സ്പെക്ട്രം അഴിമതി, ബോംബെ ഫ്ലാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട അഴിമതി, ആഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതി, അതുപോലെ വഫേഴ്സ് അഴിമതി അടക്കമുള്ള നിരവധി അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഈ ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ JPCയെ നിയമിക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നിൽക്കുന്ന ഒരു സമയം. സർക്കാർ എല്ലാ ആരോപണങ്ങൾക്കും പ്രതിപക്ഷം ആവശ്യപ്പെട്ട അന്വേഷണം ഏർപ്പെടുത്തി. എല്ലാത്തിനും JPC അന്വേഷണം ഏർപ്പെടുത്തി. കേരളത്തിലെ സ്ഥിതിയെക്കുറിച്ച് പറഞ്ഞാൽ ബാർക്കോഴ വിവാദം കത്തിജ്വലിച്ചിരിക്കുന്ന സമയം, സോളാറും സരിതയും കത്തിജ്വലിച്ചിരിക്കുന്ന സമയം, ഗവൺമെൻറ് ക്യാബിനറ്റ് എടുത്ത ചില തീരുമാനങ്ങൾ വിവാദമായ സമയം. ചുരുക്കി പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിനെയും കേരള ഗവൺമെൻറ്റിനെയും പ്രതിക്കൂട്ടിൽ നിർത്തി വിചാരണ നടക്കുന്ന സമയത്ത് പ്രതികൂലമായ രാഷ്ട്രീയ കാലാവസ്ഥയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇവിടെ മത്സരിച്ച ടി സിദ്ദിഖ് 6296 വോട്ടിനാണ് പരാജയപ്പെട്ടത്. അതായത് 0.8% വോട്ടിനാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. ഇന്ന് നമുക്കറിയാം, ഇന്ന് BJP ഗവൺമെൻറ് പ്രതിക്കൂട്ടിലാണ്, നരേന്ദ്രമോദി പ്രതിക്കൂട്ടിലാണ്. ഇന്ന് പ്രധാനമന്ത്രിയെ അഴിമതിയിൽ നേരിട്ട് പ്രതിക്കൂട്ടിൽ കോൺഗ്രസ് നിർത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, റഫാൽ വിമാന ഇടപാടിൽ കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഓരോ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. ഭരണഘടനാ സ്ഥാപനങ്ങൾ മുഴുവൻ പ്രധാനമന്ത്രി കൈപ്പിടിയിൽ ഒതുക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, ജനാധിപത്യത്തെ പണാധിപത്യം കീഴ്പ്പെടുത്തുന്നു, മതേതരത്വം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു, ഭരണഘടനാപരമായ അവകാശങ്ങൾ ധ്വംസിക്കുന്നു. പെട്രോളിന് 9 പ്രാവശ്യം വില കൂട്ടി, ഡീസലിന് 9 പ്രാവശ്യം വില കൂട്ടി, 375 രൂപയ്ക്ക് കിട്ടിയ ഗ്യാസ് 975 രൂപയായി. നോട്ട് നിരോധനം വന്ന് ജനങ്ങളുടെ നട്ടെല്ല് ഒടിഞ്ഞു. ചെറുകിട കച്ചവടക്കാരും വ്യാപാരികളും GST വന്ന് തകർന്നു. ചുരുക്കി കർഷകർ ആത്മഹത്യ ചെയ്യുന്നു. 15,000 കർഷകരാണ് ഒരു വർഷം ആത്മഹത്യ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ് കൊടുത്ത വാഗ്ദാനമാണ് 2 കോടി ചെറുപ്പക്കാർക്ക് തൊഴിൽ. ഗൾഫ് വിദേശ രാജ്യങ്ങൾ കിടക്കുന്ന കള്ളപ്പണം കൊണ്ടുവന്ന് 15 ലക്ഷം. ചുരുക്കി പറഞ്ഞാൽ വാഗ്ദാന ലംഘനങ്ങളുടെ ഒരു പെരുമഴക്കാലമായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലം. നരേന്ദ്രമോദി മാധ്യമ പ്രവർത്തകരിൽ നിന്ന് ഒളിച്ചോട്ടം നടത്തിയ 5 വർഷമായിരുന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ 2014 തെരഞ്ഞെടുപ്പിൽ ഞങ്ങളാണ് പ്രതികൂട്ടിലെങ്കിൽ ഇപ്പം നരേന്ദ്രമോദിയിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ട് നരേന്ദ്രമോദി വിചാരണ നേടുന്നൊരു വേളയിലാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ 1000 ദിവസം പൂർത്തിയാക്കിയ കേരളത്തിലെ ഗവൺമെൻറ്, ഓഖി ദുരന്തത്തിൽ ഒരു ക്രൈസിസ് മാനേജ് ചെയ്യാൻ പരാജയപ്പെട്ട ഗവൺമെൻറ്, ഇപ്പോൾ അമിക്കസ് ക്യൂറി തന്നെ പറഞ്ഞിരിക്കുന്നു, പ്രപഞ്ചവും പ്രകൃതിയുമല്ല ഈ പ്രളയമുണ്ടാക്കിയത്, ഗവൺമെൻറ് 65 ഷട്ടറുകൾ തുറന്നുവിട്ട് മനുഷ്യനിർമ്മിതമായ പ്രളയമാണെന്ന് അമിക്കസ് ക്യൂറി പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ പിണറായി വിജയനെതിരെ നരഹത്യയ്ക്ക് കേസെടുക്കേണ്ട സമയം. 1000 ദിവസം കൊണ്ട് 22 കൊലപാതകം. ആ കൊലപാതകം കത്തിജ്വലിച്ച് നിൽക്കുകയാണ്. അതിൽ 2 എണ്ണം കൃപേഷും ശരത്ലാലും. അതുപോലെ തന്നെ അരിയിൽ ഷുക്കൂർ കല്യാശ്ശേരിയാണ്, കല്യാശ്ശേരി കാസർഗോട്ടാണ്. അവിടെ നടക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ആത്തിക്ക നിയമ പോരാട്ടം നടത്തി. ആ നിയമ പോരാട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ CBI കേസെടുത്തു. ഒരു MLAയും ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയുമായ ജയരാജനും TV രാജേഷും പ്രതികളായിരിക്കുന്ന സാഹചര്യം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ അറപ്പോടും വെറുപ്പോടും കൂടി കേന്ദ്ര ഗവൺമെൻറ്റിനെയും കേരള ഗവൺമെൻറ്റിനെയും കാണുന്ന ഈ കാലത്ത് ദേശീയ സംസ്ഥാന രാഷ്ട്രീയ സാഹചര്യങ്ങൾ കോൺഗ്രസിനും UDFനും അനുകൂലമായ ഈ കാലത്ത് ഒരു കാരണവശാലും ഈ മണ്ഡലത്തിൽ UDF പരാജയപ്പെടില്ല. അതിനേക്കാളൊക്കെ ഉപരി ഇപ്പം 3 വിഷയങ്ങൾ കൂടി ജനങ്ങളുടെ മുമ്പിലുണ്ട്.
നൈഷ്ഠിക ബ്രഹ്മചാരിയായ ശബരിമല അയ്യപ്പൻ്റെ ബ്രഹ്മചര്യം തകർക്കാൻ, അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തകർക്കാൻ 2 യുവതികളെ അവിടെ കയറ്റിയത് സുപ്രീം കോടതി വിധിയുടെ മറവിലാണ്. സുപ്രീം കോടതി പറഞ്ഞ ശബരിമലയിൽ സ്ത്രീ പുരുഷ സമത്വം വേണമെന്നാണ്. 50 വയസ്സിന് മുകളിലെ ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് ഓരോ വർഷവും അവിടെ പോകുന്നത്. 10 വയസ്സിന് താഴെയുള്ള ലക്ഷക്കണക്കിന് പെൺകുട്ടികളാണ് അവിടെ പോകുന്നത്. അപ്പോൾ സ്ത്രീ പുരുഷ സമത്വം അവിടെ ഉണ്ട്, ജെൻഡർ ഇക്വാലിറ്റി ഉണ്ട്. അത് ഗവൺമെൻറ് സുപ്രീം കോടതി സ്ഥാപിക്കാൻ പരാജയപ്പെട്ടു. മനഃപൂർവ്വമാകാം. എന്നിട്ട് സുപ്രീം കോടതി വിധിയുടെ മറവിൽ 2 യുവതികളെ ശബരിമലയിൽ കയറ്റിയത് അയ്യപ്പ ഭക്തന്മാരുടെ വികാരത്തെ വ്രണപ്പെടുത്തിയിരിക്കുകയാണ്. ആ മുറിവ് ആഴത്തിലുള്ളതാണ്. അവർ ശക്തമായി ഈ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിക്കുന്ന എനിക്ക് അനുകൂലവും. അതുപോലെ തന്നെ നമുക്കറിയാം, കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു ശബരിമലയിലെ വിഷയം കഴിഞ്ഞാലുടൻ കേരളത്തിൽ 1000-ഓളം സുന്നിപ്പള്ളികളുണ്ട്, അവിടെയും ഞങ്ങൾ സ്ത്രീകളെ കയറ്റും. അപ്പോൾ പിണറായി വിജയൻ പറയുന്നു ഒരു ചർച്ച് ബില്ല് കൊണ്ടുവന്ന് ഈ സംസ്ഥാനത്തെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന സ്വത്തുക്കൾ ഒരു ബോർഡിൻ്റെ ഈ ചർച്ച് ബില്ലിൻ്റെ നിയന്ത്രണത്തിന് വിധേയമാകും. ചുരുക്കി പറഞ്ഞാൽ കമ്മ്യൂണിസം നിരീശ്വരവാദമാണ്, ഈശ്വരവിശ്വാസികളുടെ പ്രസ്ഥാനമല്ല. എല്ലാ മതങ്ങളോടും അവർ അകലം പാലിക്കുന്നു. അതുകൊണ്ട് എല്ലാ ഈശ്വരവിശ്വാസികളും ഈ ഗവൺമെൻറ്റിനെതിരാണ്. അതാണ് ഞാൻ പറഞ്ഞത്, വളരെ അനുകൂലമായ കാലാവസ്ഥയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇവിടെ UDF ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ്റെ വിജയം ഇവിടെ ആവർത്തിക്കും, യാതൊരു തർക്കവുമില്ല. രാഹുൽ ഗാന്ധി ഈ അടുത്ത കാലത്ത് പ്രവർത്തകൻ്റെ വികാരമറിയാൻ ശക്തി എന്ന് പറയുന്നൊരു സംരംഭം ആരംഭിച്ചിട്ടുണ്ട്. ആ ശക്തിയിൽ രജിസ്റ്റർ ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും രാഹുൽ ഗാന്ധിയുമായിട്ട് നേരിട്ട് സംവദിക്കാം. അപ്പോൾ ഓരോ പ്രവർത്തകൻ്റെയും വികാരം എന്താണെന്ന് കോൺഗ്രസ് പ്രസിഡന്റിനെ നേരിട്ടറിയിക്കുന്നൊരു സംവിധാനമാണ് ശക്തി. ആ ശക്തി ഇത്തവണ കേരളത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താന് വിജയിക്കുന്ന ഒരു സീറ്റ് നൽകണമെന്ന് കോൺഗ്രസ് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഞാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്കോട് ആവശ്യപ്പെട്ട ഒരു സീറ്റ് ആലപ്പുഴയാണ്. കാരണം അവിടുത്തെ സ്ഥാനാർത്ഥി ശ്രീ KC വേണുഗോപാലാണ്, അദ്ദേഹം അവിടുത്തെ MP ആണ്. അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എങ്കിൽ ആ സീറ്റ് എനിക്ക് തരണം. കമ്മ്യൂണൽ ഇക്വേഷൻ സ്വാഭാവികമായി നോക്കുന്നൊരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് എനിക്കവിടെ മത്സരിക്കാം. 2, ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഒരു ബ്ലോക്ക് കരുനാഗപ്പള്ളി ഞാൻ പ്രതിദാനം ചെയ്യുന്ന കൊല്ലം ജില്ലയിലാണ്. അതൊന്നുമല്ല, എന്നെ കേരളത്തിലെ ഒരു മണ്ഡലത്തിലും ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അതുകൊണ്ട് കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ എവിടെ വേണമെങ്കിലും മത്സരിക്കാം. ഞാൻ ഒരിക്കലും ഭാരതപ്പുഴയ്ക്ക് ഇപ്പുറത്തോടൊരു സീറ്റ് ചോദിച്ചില്ല. ആരും എന്നോട് സീറ്റ് തരാമെന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് സീറ്റ് കിട്ടുമെന്ന പ്രതീക്ഷയും ഇല്ലായിരുന്നു. പക്ഷേ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ അവസാന ദിവസം ഞാൻ ചാനലിൽ നിന്ന് മനസ്സിലാക്കിയത് എന്നെ വടകരയിൽ പരിഗണിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ വടകരയിൽ ഞാൻ സ്ഥാനാർത്ഥിയാകും എന്നെനിക്കൊരു ഊഹം ഉണ്ടായിരുന്നു. ആ ഊഹം ഉണ്ടാകാൻ കാരണം ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPC പ്രസിഡൻ്റാണ്. അദ്ദേഹം എന്നോട് പല ആവർത്തി പറഞ്ഞു, നീ ആവശ്യപ്പെടുന്ന ഒരു സീറ്റും നിനക്ക് തരാനാവില്ല, എനിക്ക് നിന്നെ അങ്ങനെ സഹായിക്കാൻ പറ്റില്ല. പിന്നെ ആകെ ഞാൻ ഇത്തവണ മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. വടകര സീറ്റിൽ ഞാനാണ് മത്സരിച്ചത്, ഞാൻ KPCC പ്രസിഡൻ്റാണ്. ആ വടകര സീറ്റ് നിനക്ക് തരാൻ ഞാൻ വിചാരിച്ചാൽ നടക്കും. അതുകൊണ്ട് വടകര ഒഴിച്ച് മറ്റൊരു സീറ്റും എന്നോട് ചോദിക്കരുത്, സാധ്യമല്ല. രാത്രിയിൽ ഞാൻ ഏഷ്യാനെറ്റിൻ്റെ ചർച്ചയിൽ 8 മണിക്ക് പങ്കെടുത്തു, 9 മണി വരെ. 9 തൊട്ട് 10 വരെ ഞാൻ മീഡിയ വണ്ടെ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തു. ഞാൻ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ് ഞാനാണ് വടകര സ്ഥാനാർത്ഥി, വടകരയിൽ അട്ടിമറിയിലൂടെ രാജ്മോഹൻ ഉണ്ണിത്താൻ സ്ഥാനാർത്ഥിയാകുന്നു എന്ന് 8 മണി വരെ കണ്ടു. പക്ഷേ പെട്ടെന്നാണ് 9 മണിക്ക് കാസർഗോഡ് ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞത്. എന്നിട്ട് പോലും ചാനലുകളിൽ വാർത്ത വന്നിട്ട് പോലും KPCC പ്രസിഡൻറ്റോ മുൻ മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ എന്നെ വിളിച്ച് ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞില്ല. പിറ്റേന്ന് ഉച്ചയ്ക്ക് എന്നെ വിളിച്ച് ഇമ്മീഡിയറ്റായിട്ട് കാസർഗോട്ടേക്ക് പുറപ്പെട്ടേ മതിയാകൂ എന്ന് പറയുമ്പോഴാണ് എൻ്റെ സ്ഥാനാർത്ഥിത്വം ഞാൻ സ്ഥിരീകരിച്ചത്. അതിനു മുമ്പ് ഞാൻ കാസർഗോഡ് സ്ഥാനാർത്ഥിയാണെന്ന് എനിക്കൊരു വിവരവുമില്ലായിരുന്നു. എൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ഒരു വിവാദം ഉയർന്നു വന്നു എന്ന് പറയുന്ന ശുദ്ധ അസംബന്ധമാണ്. കേരളത്തിലെ 20 സീറ്റിൽ എവിടെ എനിക്ക് സീറ്റ് തന്നാലും ഒരു പാർട്ടി പ്രവർത്തകൻ പോലും അതിനെ ചോദ്യം ചെയ്യില്ല. കാരണം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി രാജ്മോഹൻ ഉണ്ണിത്താനോട് നീതി പുലർത്തിയിട്ടില്ലെന്ന് പരസ്യമായി പറഞ്ഞിരിക്കുകയാണ്. ഉണ്ണിത്താനൊരു സീറ്റ് കൊടുക്കണം,
അർഹതപ്പെട്ട സീറ്റ് കൊടുക്കണം, വിജയിക്കുന്ന സീറ്റ് കൊടുക്കണം. അപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താനൊരു സീറ്റ് കൊടുക്കണമെന്ന് ഗ്രൂപ്പ് വ്യത്യാസമെന്നെ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ എനിക്ക് കാസർഗോഡ് പോലുള്ള മണ്ഡലം തന്നിട്ട് അവിടെ എനിക്കൊരു എതിരുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ആരും വിശ്വസിക്കത്തില്ല. പക്ഷേ കാസർഗോട്ട് കോൺഗ്രസിൻ്റെ ജില്ലാതല നേതൃത്വത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ കാസർഗോട്ടെ എല്ലാ മാധ്യമപ്രവർത്തകർക്കും അറിയാം. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ബുദ്ധിമാന്മാരായ ചില ആളുകൾ അവരുടെ തലയിൽ വന്നു പെടാതിരിക്കാൻ ഡൈവേർട്ട് ചെയ്ത് സ്ഥാനാർത്ഥിത്വവുമായി കണക്ട് ചെയ്താണ് എൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സീറ്റ് ആഗ്രഹിച്ചിരുന്ന, സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന, ആരോഗ്യ വാക്കുകൊടുത്തിരുന്ന ഒരേ ഒരാൾ സി സുബ്ബയ്യ റായിയാണ്. ആ സുബ്ബയ്യ റായി സ്ഥാനാർത്ഥിയാണെന്ന് മുല്ലപ്പള്ളിയോട് ആവശ്യപ്പെട്ട ഒരാളാണ്. അത് അയാൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഈ കാസർഗോഡ് മണ്ഡലത്തിലെ ആരുടെയെങ്കിലും ഒരു അവകാശം തട്ടിയെടുത്ത് എനിക്ക് മത്സരിക്കണമെന്ന് ആഗ്രഹമില്ല, താല്പര്യമില്ല. അത് കാസർഗോട്ടെ ഓരോ വ്യക്തിക്കും അറിയാം. കാസർഗോട്ടെ ഈ കോൺഗ്രസിനകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്ന രണ്ട് വിഭാഗങ്ങൾക്കും ഞാൻ അനഭിമതനല്ല, അഭിമതനാണ്. അതുകൊണ്ട് ഈ വിവാദവുമായി എന്നെ കണക്ട് ചെയ്യുന്നത് ദോഷൈക ദൃക്കുകളായ ചില ആളുകളാണ്. ഞാനും ഈ വിവാദവുമായിട്ടൊരു ബന്ധമില്ല, എൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ഈ വിവാദവുമായി ബന്ധമില്ല. പക്ഷേ കോൺഗ്രസിനകത്തുള്ള സ്വാഭാവികമായ ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ പ്രതിഫലനമാണ് നമ്മൾ കണ്ടത്. ശ്രീ ഉമ്മൻചാണ്ടി ഇവിടെ വന്നു, ശ്രീ രമേശ് ചെന്നിത്തല ഇവിടെ വന്നു, KPCC പ്രസിഡന്റ് ശ്രീ മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഇവിടെ വന്നു. അവരെല്ലാവരെയും വിളിച്ചു കൂട്ടി ശക്തമായ താക്കീത് കൊടുത്ത്, ഉപദേശം കൊടുത്ത് എല്ലാവരെയും നേർവഴിക്കാക്കി. അതോടെ ആ വിവാദം കെട്ടടങ്ങി. തീർച്ചയായിട്ടും അരിയിൽ ഷുക്കൂർ കാസർഗോഡ് മണ്ഡലത്തിലാണ്, കല്യാശ്ശേരി കാസർഗോഡ് മണ്ഡലത്തിലാണ്. അരിയിൽ ഷുക്കൂറിൻ്റെ കൊലപാതകം നടന്നിട്ട് അന്ന് മുതലേ ആരോപണം ഉയർന്നു വന്നു. അത് ഉന്നത നേതാക്കന്മാർക്ക് ബന്ധമുണ്ട്. TV രാജേഷ്, ജയരാജൻ്റെ പേരുകളൊക്കെ അന്ന് ഉയർന്നു വന്നു. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അവരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. കല്യാട്ട കൊലപാതകത്തിൽ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രതികളല്ല യഥാർത്ഥ പ്രതികൾ. അവിടെയും കൊല്ലിച്ചവരുണ്ട്, ഗൂഢാലോചന നടത്തിയവരുണ്ട്. പോലീസും ഗവൺമെൻറ്റും ഒത്തുകളിക്കുകയാണ്. അതുകൊണ്ട് യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് നാട്ടുകാർക്കറിയാം. നാട്ടുകാർ അതിശക്തമായി ഇതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് കൊന്നതാരാന്നും കൊല്ലിച്ചതാരാന്നും നാട്ടുകാർക്കറിയാം. പക്ഷേ അവരെ ആരെയും പോലീസ് പിടിച്ചിട്ടില്ല, പിടിക്കുന്നില്ല. 4 അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ മാറ്റി. എന്തിനാണ് മാറ്റിയത്? അന്വേഷണം ശരിയായ ദിശയിലേക്ക് പോയാൽ യഥാർത്ഥ പ്രതികൾ പിടിക്കപ്പെടും എന്ന ഘട്ടം വരുമ്പോൾ അവരെ മാറ്റി പുതിയ സംഘത്തെ വയ്ക്കുക. എന്നിട്ടിപ്പോൾ അത് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, ഈ ജയരാജനും TV രാജേഷും കുടുങ്ങിയതുപോലെ തന്നെ ഉന്നതന്മാർ ഈ കല്യോട്ട കൊലപാതകം, കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും കൊലപാതകം അന്വേഷിച്ചാൽ അവർ പിടിക്കപ്പെടും. മാത്രമല്ല സഖാവ് കൃഷ്ണൻ്റെ മകനാണ് കൃപേഷ്. കൃഷ്ണൻ പറഞ്ഞു, ഞാനൊരു കമ്മ്യൂണിസ്റ്റാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടുള്ളൂ, അവരുടെ കൊടിയെ പിടിച്ചിട്ടുള്ളൂ, അവർക്കേ സിന്ദാബാദ് പിടിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് പ്രായപൂർത്തിയായപ്പോൾ എൻ്റെ മകൻ വന്ന് എന്നോട് ചോദിച്ചു ഒരു കോൺഗ്രസ് ആകട്ടെ എന്ന്. ആകാൻ പറഞ്ഞു. അന്ന് അവൻ ആകാൻ പറഞ്ഞതുകൊണ്ടാണ് എൻ്റെ മകനെ എനിക്ക് നഷ്ടപ്പെട്ടത്. ഇനി ഈ ചെങ്കൊടി ഞാൻ പിടിക്കില്ല, ഇനി ഈ പാർട്ടിക്ക് ഞാൻ വോട്ട് ചെയ്യില്ല, ഇനി ഈ നേതാക്കന്മാർക്ക് സിന്ദാബാദ് വിളിക്കില്ല. ഞാൻ എന്നേക്കുമായി ആ പാർട്ടിയോട് വിട പറഞ്ഞിരിക്കുന്നു. ഇതൊരു സഖാവ് കൃഷ്ണൻ്റെ മാത്രം വാക്കുകളല്ല. ഈ കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരുടെ വികാരമാണ്. അവർ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും ഈ കണ്ണൂർ ലോബി അംഗീകരിക്കില്ല. അതുകൊണ്ട് ഈ കാസർഗോട്ടെ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരും ഈ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ ധിക്കരിച്ചുകൊണ്ട് UDFന് അനുകൂലമായി രഹസ്യമായി വോട്ട് ചെയ്യും. പരസ്യമായി ചെയ്താൽ ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും ഗതി അവർക്കും വരുമെന്നറിയാം. അതുകൊണ്ട് രഹസ്യമായി അവർ ഇത്തവണ എനിക്ക് വോട്ട് ചെയ്യും, യാതൊരു തർക്കവുമില്ല. തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി വയനാട്ടിലെ സ്ഥാനാർത്ഥി ആയതോടുകൂടി കേരളത്തിലെ 19 മറ്റ് കോൺസ്റ്റിറ്റ്യുവൻസികളും അതിൻ്റെ പ്രതിഫലനം ഉണ്ടായിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥി ആയതോടുകൂടി ആവേശം 1000 മടങ്ങ് അലതല്ലി പുറത്തു വന്നിരിക്കുകയാണ്. 1977 തെരഞ്ഞെടുപ്പിൽ 20-ൽ 20 സീറ്റും UDF നേടി. അതുപോലെ രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി 2020 20-ൽ 20ഉം ഇത്തവണ UDF നേടും. അത് രാഹുൽ ഗാന്ധിയുടെ വരവ് 19 മണ്ഡലങ്ങളിലും വലിയ സ്വാധീനം പ്രവർത്തകർ ചെലുത്തുന്നുണ്ട്.
യാതൊരു തർക്കവുമില്ല ഇത്തവണ കേരളത്തിൽ 20-ൽ 20 UDF നേടും. ഈ കാസർഗോഡിലെ തീവണ്ടി സ്റ്റേഷനുകളിലെ സ്ഥിതി പരമദയനീയമാണ്. തീവണ്ടി സ്റ്റേഷനുകൾ നവീകരിക്കാൻ ആവശ്യമായ നടപടികളുണ്ടാക്കും. നവീകരണം പൂർത്തിയാകുന്നതോടുകൂടി ഈ വഴി പോകുന്ന തീവണ്ടികൾക്ക് അവിടെ സ്റ്റോപ്പുകൾ അനുവദിക്കും. അതുപോലെ ഒരു മെഡിക്കൽ കോളേജ് കേന്ദ്ര സർവകലാശാലയുമായി ബന്ധപ്പെട്ടുണ്ട്, അത് ഞാൻ കൊണ്ടുവരും. മാത്രമല്ല ഇവിടുത്തെ തീരദേശങ്ങൾക്കൊരു പോർട്ട് വേണമെന്നുള്ള ആവശ്യമുണ്ട്. മഞ്ചേശ്വരത്ത് ഒരു ഫ്ലൈ ഓവർ വേണമെന്നുള്ള ആവശ്യമുണ്ട്. അതുപോലെ കാഞ്ഞങ്ങാട്ട് കാണിയൂർ മലയോര തീവണ്ടി പാത അത് എൻ്റെ ഭാവനയിലുള്ള ഒരു കാര്യമാണ്. ഉക്കിനടുക്കിയിൽ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി ഒരു മെഡിക്കൽ കോളേജ്, അതുപോലെ നിരവധി പ്രോജക്റ്റുകൾ എൻ്റെ മനസ്സിലുണ്ട്. പെരിയയിൽ ഒരു എയർ സ്ട്രിപ്പ്, അതായത് ഒരു ചെറിയ വിമാനത്താവളം കൊണ്ടുവന്ന് കേരളത്തിലെ തീർത്ഥാടന കേന്ദ്രങ്ങളെയും അതുപോലെ തന്നെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെയും ബന്ധിപ്പിക്കും. ചുരുക്കി പറഞ്ഞാൽ വികസനത്തിൻ്റെ ഒരു പ്രതീക്ഷയാക്കി ഈ മണ്ഡലം ഞാൻ മാറ്റും. 35 കൊല്ലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിരന്തരമായി വോട്ട് കൊടുത്ത ജനങ്ങൾ ഒരേ ചിഹ്നത്തിൽ 15 കൊല്ലം ഒരാൾക്ക് വോട്ട് കൊടുത്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. എന്ത് വികസനമായി ഈ നാട്ടിൽ? കോൺഗ്രസ് ഗവൺമെൻറ് ഇന്ത്യ ഭരിക്കുമ്പോൾ കൊണ്ടുവന്ന നേവൽ അക്കാഡമി, അതുപോലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ്, കേന്ദ്ര സർവകലാശാല, HEL-ഉം ബെല്ലും കൂടെ സംയോജിപ്പിച്ച് നവരത്ന കമ്പനിയാക്കി. അതുപോലെ കാഞ്ഞങ്ങാട്ട് നിന്ന് കാസർഗോട്ടേക്കുള്ള പാത, എന്ത് വികസനമാണ് കോൺഗ്രസ് കൊണ്ടുവന്നതല്ലാതെ ഈ മണ്ഡലത്തിൽ? ഈ മണ്ഡലത്തെ വികസനത്തിൻ്റെ ശവപ്പറമ്പാക്കിയത് ഇടതുപക്ഷ മുന്നണിയും അവരുടെ എംപിമാരുമാണ്. ആ ശവപ്പറമ്പിൽ നിറച്ച് ശവകുടീരങ്ങൾ പണിതുയർത്തിയിരിക്കുന്നു. വ്യവസായശാലകൾ ഉയരേണ്ട സ്ഥലത്ത് മുഴുവൻ ശവകുടീരങ്ങളാണ്. ഇനി ഒരു ശവകുടീരം ഈ മണ്ണിൽ ഉയരാൻ പാടില്ല. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന ഒരു മാതൃകാസ്ഥാനമായി നാട് മാറണം. അങ്ങനെ മാറ്റാനാണ് എൻ്റെ പരിശ്രമം.